എനിക്കായിട്ടൊരു അനുഭവം പറയാണ്ട് അത് ഞാൻ കൃഷ്ണനോട് സമർപ്പിച്ചിട്ട് പറയുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ സുഖമില്ലാത്ത ഒരാളായിരുന്നു. ഞങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് സുഖമില്ലാതെ ഇവിടെ വരേണ്ടി വന്നു, നാട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പൊ ഈ പറഞ്ഞ മാതിരി സംസാരശേഷി കമ്മിയായി. അപ്പോൾ സംസാരിക്കാനും പറ്റില്ല. അപ്പൊ മൂപ്പരന്നെ ഭയങ്കര അനുഭവമാണത്. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് കുടപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം, മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം, അതുപോലെ ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. ഇത് വരുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മണ്ണാർക്കാട് റൂട്ടില് കാഞ്ഞിക്കുളം ചെക്ക് പോസ്റ്റ് അവിടെയാണ്. കുറച്ച് ദൂരമുള്ളൂ, ഒരു 100-150 മീറ്ററിന്റെ ഉള്ളിലുള്ള ദൂരമുള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക്. അവിടുന്ന് എന്തായാലും അതിമനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ ഇവിടെ അമ്മ എത്തിയിട്ടുണ്ട് ഇതിന്റെ. അപ്പൊ എന്തായാലും ഇതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ചരിത്രം ഐതിഹ്യമൊക്കെ അമ്മയോട് ചോദിച്ചറിയാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് അമ്മയോട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ, ഇതാണ് കുടപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം. 1000-ലധികം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു. പാലക്കാട് ജില്ലയിൽ കോങ്ങാട് മണ്ണാർക്കാട് റൂട്ടിൽ കാഞ്ഞിക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉപദേവന്മാരായി ശ്രീകോവിലിനോട് ചേർന്ന് ഗണപതിയും ശിവനും, നാലമ്പലത്തിന് പുറത്തായി ബ്രഹ്മരക്ഷസനും പ്രതിഷ്ഠയുണ്ട്. ശാന്തമായ ഇടമായതുകൊണ്ട് തന്നെ മെഡിറ്റേഷന് പറ്റിയ ഒരു ഇടം കൂടിയാണ് ഈ ക്ഷേത്രം. ബ്രഹ്മരക്ഷസിന് ഏറെ ശക്തിയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇതെന്ന് ഭക്തർ പറയുന്നു. ഗൃഹദോഷത്തിനും വാസ്തുദോഷത്തിനും അതുമൂലമുള്ള രോഗപീഠകൾക്കും തൊടിയിലെ 4 മൂലയിൽ നിന്നും ഒരു പിടി മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് പൂജ കഴിച്ചാൽ ഫലമുണ്ടാവുമെന്ന് ഭക്തർ അവകാശപ്പെടുന്നു. അന്യമതസ്ഥരടക്കം ഈ വഴിപാട് ചെയ്യാനായി നിത്യേന ഈ ക്ഷേത്രത്തിൽ നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. മനസ്സറിഞ്ഞ് ഏതൊരു ഭക്തന്റെയും വിഷമങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന, അതിന് ഉടൻ തന്നെ ഫലമുണ്ടാവുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. പ്രകൃതി ഭംഗി കൊണ്ടും ആകാര ഭംഗി കൊണ്ടും മനോഹരമായ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് എന്തുകൊണ്ടും ഒരു പുണ്യം തന്നെയാണ്. ഭഗവദേവാസുദേവായ കൊടപ്പുള്ളി ക്ഷേത്രമാണ് ഇത്. വട്ടശ്രീ കോവിലാണ്. അപ്പോൾ ത്രേതായുധത്തിലാണ് വട്ടശ്രീ കോവിൽ കണ്ടത്. അപ്പൊ അത്ര പഴക്കമുണ്ട്, നല്ല പഴക്കമുള്ള അമ്പലമാണ്. ഇവിടെ ശ്രീകൃഷ്ണനാണ് പ്രധാന ധ്യാനത്തിലിരിക്കുന്ന കൃഷ്ണനാണ്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒക്കെ വളരെ അധികം എനർജി കിട്ടുന്ന ഒരു ഇതാണ്. അധികം കൊട്ടും വാദ്യമൊന്നും ഇവിടെ ഇതല്ല. ആകെ നാമജപം അങ്ങനത്തെ ഇതുകൊണ്ട് മാത്രമേ, നാമജപമാണ് മെയിനായിട്ട്. അത് കഴിഞ്ഞ് സപ്താഹം വായന അങ്ങനത്തെയൊക്കെ ഇവിടെ കഴിക്കലുള്ളൂ. ഇവിടെ ഗണപതിയുണ്ട്, ശിവനും ഉണ്ട്. ഗണപതിയുണ്ട്, ശിവനും ഉണ്ട്. ശിവനാണെങ്കിൽ ഇവിടെ മംഗല്യ പൂജ, 30 തിങ്കളാഴ്ച പൂജ, ഉമാമഹേശ്വര പൂജ കഴിക്കലുണ്ട്. അതിന് ഒരുമാതിരി എല്ലാവരും കുറെ ആള് വരുന്നുണ്ട്. പിന്നെ അതേമാതിരി വന്ന് ഉമാമഹേശ്വര പൂജ കഴിച്ചവർക്കൊക്കെ മംഗല്യവും നടന്നു പോയിട്ടുണ്ട്. എല്ലാവർക്കും മംഗല്യം നടന്നു പോയിട്ടുണ്ട്. പിന്നെ നല്ല വളരെ ശക്തി തോന്നുന്നുണ്ട്. ഞങ്ങളൊക്കെ കുളിച്ചു തൊഴുത അമ്പലങ്ങളാണ്. അപ്പൊ വളരെയധികം ശക്തിയും നല്ല നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഭാഗ്യസൂത്രം, പുരുഷസൂത്രം, സഹസ്രനാമ പുഷ്പാഞ്ജലി, പിന്നെ അങ്ങനത്തെ എല്ലാ വഴിപാടുകളുണ്ട്. ശിവന് നെയ്വിളക്കും പിൻവിളക്കും ഒക്കെ കഴിക്കലുണ്ട്. വളരെയധികം ശക്തിയുള്ള ശിവനുമാണ്. ഗണപതിക്കാണെങ്കിൽ നാരങ്ങമാല, ചമയം, വയറിന് കേടുള്ളവർക്കൊക്കെ കർഗമാല കഴിക്കും. ആ വയറ് എത്തണ വരെയുള്ള കർഗമാല. കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് കർഗഹോമം കഴിക്കലുണ്ട്. അതൊക്കെ വളരെ അനുഭവം കൊണ്ട് വളരെ നന്നായിട്ട് അനുഭവം ഉണ്ട്. നല്ല മാറണമുണ്ട്.
അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചിട്ടികളൊക്കെ. ഇത് പഴയ അവന്റെ അമ്മയുടെ കാലത്തുള്ള അമ്പലാണ്. അപ്പൊ അതിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഇതുവരെ ഇപ്പൊ എന്റെ അടുത്ത് എത്തി. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. പഴയ ഒരു അമ്പലാണ്, ഞങ്ങളെ തറവാട്ട് വകയുള്ള അമ്പലാണ്. അപ്പൊ അതൊക്കെ അങ്ങനെ എല്ലാരും കൂടിയിട്ട് നടത്തി പോകുന്നുണ്ട്. അങ്ങനെയാണ്. പക്ഷെ അധികം വളരെ വിട്ടിട്ടാവുകൊണ്ട് സൈലൻസ് ആണ് ഇവിടെ മാക്സിമം. അധികം ശബ്ദങ്ങളും ഇതൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയാണ്. വരാനുള്ള ഒരു ഓരോ ചരിത്രം ഉണ്ടാവുമല്ലോ ഈ അമ്പലം ഇവിടെ എങ്ങനെയാണ് വന്നെന്നുള്ളതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ച് അറിയാം? പണ്ടേക്കും പണ്ടല്ല, അത് ഇത് തറവാടായിരുന്നു അപ്പുറത്ത്. എന്റെ വീട്ടിന്റെ അവിടെയാണ് തറവാട് ഉണ്ടായിരുന്നത്. ആ തറവാടുള്ളപ്പോ തന്നെയുള്ള പഴയ ക്ഷേത്രാണ്. ഒരു നമ്പൂതിരിമാരുടെ ഒരു ഇല്ലത്തിന്റെ ക്ഷേത്രം എന്നാണ് പറയണത് ഇതില്. അപ്പൊ അങ്ങനെ കിട്ടിയ ക്ഷേത്രമാണ്. അങ്ങനെ കൊണ്ടു നടത്താണ്. അവര് കുളിച്ചു തൊഴുത ക്ഷേത്രമായിരുന്നു എന്ന് പറയണത്. ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ എന്തൊക്കെയാ? ഇവിടെ അഷ്ടമിരോഹിണിയാണ് മെയിൻ ആയിട്ട്. അഷ്ടമിരോഹിണി വളരെ ആഘോഷമാണ്. എന്താ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാമജപവും പിന്നെ അന്നദാനവും പിന്നെ എല്ലാതും. അന്ന് ചുറ്റുവിളക്ക്, നിറമാല, അങ്ങനെ എല്ലാതും ഉണ്ട്. പിന്നെ ശിവരാത്രിക്കാണെങ്കിൽ ശിവന്റെ ധാര, പിന്നെ അവിടെയും അപ്പോഴും ചുറ്റുവിളക്കും നിറമാലയുണ്ട്. അത് കഴിഞ്ഞ് ഗണപതിക്കാണെങ്കിൽ വിനായക ചതുർത്ഥിയാണ്. അപ്പൊ നാരങ്ങമാല, ഈ പറഞ്ഞ മാതിരി ഗണപതി ഹോമം, മഹാഗണപതി ഹോമം, അതൊക്കെയാണ് പ്രധാനപ്പെട്ട. ഇവിടെ രാവിലെയും വൈകുന്നേരത്തും പൂജ ഉണ്ടോ? രാവിലെയും വൈകുന്നേരത്തും പൂജയുണ്ട്. രാവിലെ നേരത്തെ ഒരു 5:30 ആകുമ്പോഴേക്കും എത്തും. പക്ഷെ ഈ സ്ഥലം വളരെ ഒറ്റയ്ക്കാവുകൊണ്ട് വളരെ നേരത്തെ വരാൻ പറ്റില്ല. അപ്പൊ ഒരു 6 മണിയാകുമ്പോഴേക്കും പാട്ട് വയ്ക്കും. ഇവിടെ വരല് 5-5:45 ആകുമ്പോഴേക്കും വരും. 6 മണിക്ക് പാട്ട് വയ്ക്കും. 6:30 ആകുമ്പോഴേക്കും സഹസ്രനാമം കഴിയും ചെല്ലല്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും അവര് വന്നിട്ടുണ്ടാവും എല്ലാരും. പിന്നെ അടുത്ത പൂജ വൈകുന്നേരം മാതിരി 6:30-7 മണിയും അവര് പോവാൻ. അത്താഴ പൂജയും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പോവുക. എനിക്കായിട്ടൊരു അനുഭവം പറയാണ്ട് അത് ഞാൻ കൃഷ്ണനോട് സമർപ്പിച്ചിട്ട് പറയുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ സുഖമില്ലാത്ത ഒരാളായിരുന്നു. ഞങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് സുഖമില്ലാതെ ഇവിടെ വരേണ്ടി വന്നു, നാട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പൊ ഈ പറഞ്ഞ മാതിരി സംസാരശേഷി കമ്മിയായി. അപ്പോൾ സംസാരിക്കാനും പറ്റില്ല. അപ്പൊ മൂപ്പരന്നെ ഭയങ്കര അനുഭവമാണത്. മൂപ്പരന്നെ വന്നിട്ട് ഇവിടെ ഒരു ഭജന ഇരിക്കണ മാതിരി, ഒരു വഴിപാട് ചെയ്യണ മാതിരി ഇരുന്ന് ഇവിടുത്തെ അമ്പലത്തിലത്തെ കാര്യം മുഴുവൻ നോക്കലും എഴുതലും പിടിക്കലും എല്ലാതും മൂപ്പര് ചെയ്യാൻ തുടങ്ങി. ഈ പറഞ്ഞ മാതിരി ആ സൂക്കറിന്റെ ഒരു ഇതും വന്നില്ല. ഒരു സൂക്കറിന്റെ പിന്നെ പോയി ചെക്ക് ചെയ്തപ്പോ ഒരു കേടുമില്ല. അതേമാതിരി ഒക്കെ മാറും ചെയ്തു. അതേമാതിരി കുട്ടികളും എല്ലാവരും വലുതായി. എല്ലാത്തിനും ഒരു എന്താ പറയാ, തേജസ്സും എല്ലാ വീട്ടില് എല്ലാവിധ ഐശ്വര്യങ്ങളും വരാൻ തുടങ്ങി. അതാണ് വലിയ അനുഭവം. ഇത് എന്റെ അനുഭവം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ അമ്പലം വിട്ടിട്ട് ഞാൻ എന്നെ നോക്കണത്. അമ്പലം വിട്ടിട്ട് പോവല്ല. തറവാട്ട് വകയാണ് അമ്പലം. എൻ്റെ എല്ലാ അമ്പലം തറവാട്ട് വകയാണ്. പക്ഷെ ഞാനിപ്പോ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നോക്കൾ വളരെ സിൻസിയറായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് നോക്കുന്നുണ്ട്. വളരെ ചിട്ടയോട് കൂടിയിട്ട് ഇതുവരെ എത്തിച്ചു. അതിങ്ങി നേരെ നടക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. നേരാവണ്ണം എല്ലാം നടക്കണമെന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഇതൊരു വലിയൊരു അനുഭവമാണ്. വിശ്വസിച്ച് കൃഷ്ണനെ വിളിച്ചാൽ തീർച്ചയായിട്ടും കൃഷ്ണൻ അവിടെ എത്തും എന്നുള്ളത് തീർച്ചയാണ്. അതൊരു വലിയ അനുഭവമാണ്. എനിക്ക് ചെറിയ അനുഭവമല്ല, വലിയ അനുഭവം. നമസ്കാരം. എൻ്റെ പേര് രാമദാസ് ശാന്തികൾ. ഇവിടെ 2 വർഷമായി ശാന്തി വീണു. ഈ ക്ഷേത്രം സഹിസാനുവിൻ്റെ വീരിമാറിൽ അഥവാ കല്ലടിക്കോടൻ പ്രദേശത്തിൻ്റെ കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ മാന്ത്രിക സിദ്ധിയുടെയൊക്കെ ഈറ്റില്ലമായിട്ടുള്ള ഈ കല്ലടിക്കോടൻ മേഖലയുടെ വിരിമാറിൽ
വിരചിക്കുന്ന ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം വളരെയധികം ചൈതന്യവത്തായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടെ ഹൈവേയുടെ അടുത്താണെങ്കിൽ പോലും ഈ ക്ഷേത്രത്തിൽ വളരെ നിശബ്ദമായിട്ടുള്ളൊരവസ്ഥയാണ്. ക്ഷേത്രത്തിൽ വന്ന് തൊഴാനും തേവരെ വളരെ മനസ്സോടുകൂടി ധ്യാനങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു നല്ല അന്തരീക്ഷമുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ തേവരെ നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയോ ഇവിടെ വന്ന് മനസ്സൊരുക്കി വളരെയധികം ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അന്ന് തന്നെ അതിന് നല്ലൊരു റിസൾട്ട് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നതാണ്. അത്രയും ചൈതന്യവത്തായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഹൈവേയുടെ അടുത്താണ്, എന്നാൽ ഉൾപ്രദേശത്തുള്ള പോലെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നല്ല ഒരു ചൈതന്യവത്തായിട്ടുള്ള രീതിയിലാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഇതുവരെ ഞാനിവിടെ 2 വർഷമായിട്ടുള്ളൂ ശാന്തി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒന്ന് പ്രധാന ദേവന്മാർ ശ്രീകൃഷ്ണനും പിന്നെ ഉമാമഹേശ്വരി, ഗണപതി ഒക്കെയാണ്. ഇവിടെ നിത്യപൂജകൾ ശ്രീകൃഷ്ണൻ നടത്തുന്നു. ഗണപതിക്ക് ഗണപതി ഹോമം, വിശേഷാൽ അവസരങ്ങളിലുള്ള വിശേഷാൽ പൂജകളെല്ലാം നടക്കുന്നു. ശിവനും വിശേഷാൽ പൂജകളുള്ള പ്രത്യേക അവസരങ്ങളിൽ അതെല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ. ഭഗവതിക്ക് ഭഗവത് സേവ എല്ലാ 38 വെള്ളിയാഴ്ചയും ഭഗവത് സേവ ഇത്യാദികളൊക്കെ, പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം ഇത്യാദി സൂക്തങ്ങളെല്ലാം ഇവിടെ ഭഗവാന് ശ്രീകൃഷ്ണന് ചെയ്യുന്നുണ്ട്. അതേമാതിരി ഗണപതിക്കും പ്രത്യേക ഒരുപാട് വഴിപാടുകൾ, ഓരോരോ കാര്യസാധ്യങ്ങൾക്കുള്ള വഴിപാടുകൾ ധാരാളമുണ്ട്. അതെല്ലാം അപ്രകാരം തന്നെ ചെയ്യലുണ്ട്. അതുമാതിരി തന്നെ ശിവന് ദാമ്പത്യ ബന്ധങ്ങൾ ദൃഢമായി നിൽക്കുന്നതിനും വിവാഹങ്ങൾ നടക്കുന്നതിനും ഒക്കെ വേണ്ടിയുള്ള പൂജകളും ഒക്കെ വളരെ ഭംഗിയായി ഇവിടെ നടക്കുന്നു. അത്തരം പൂജകളെല്ലാം ചെയ്യുന്നവർക്ക് തന്നെ അതിൻ്റെതായ നല്ല അനുഭവങ്ങളും ഫലങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പൂർവ കഥകളെല്ലാം ഇവിടെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ രാവിലെ 5:50 വന്ന് 6 മണിക്ക് നട തുറക്കും. നട തുറന്ന ഉടനെ അഭിഷേകങ്ങൾ, പാലാഭിഷേകം നിത്യം നടക്കുന്നുണ്ട്. പിന്നെ മലർനേദ്യം, ഉഷപൂജ തുടങ്ങിയവ നടക്കുന്നു. പിന്നെ പാൽപ്പായസം, ശർക്കര പായസം വെച്ച് നിത്യപൂജകൾ നടക്കുന്നുണ്ട്. ഇത് നിത്യം നടക്കുന്നതാണ് ഇവിടെ. വൈകിട്ട് അത്താഴ പൂജ, നൈവേദ്യം, പായസാദികൾ വെച്ച് അത്താഴ പൂജ നടക്കുന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജ ഇത്യാദികൾ ഇവിടെ നിത്യം നടന്നു വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഒരു വളരെയധികം പ്രത്യേകതയുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ പ്രദേശത്തിന്റെ തന്നെ പണ്ട് രാജകീയമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു ഈ തറവാട്ടുകാർക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. ആയതുകൊണ്ടായിരിക്കാം എപ്രകാരമായാലും ഇവിടെയുള്ള ഈ രക്ഷസിന്റെ സാന്നിധ്യം അതീവ ചൈതന്യവത്താകുന്നു. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും, ഈ പ്രദേശത്തു നിന്നല്ല ഒട്ടനവധി മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ രക്ഷസിന്റെ പൂജയ്ക്ക് വേണ്ടി ഇവിടെ വരാറുണ്ട്. അവർക്കെല്ലാം വളരെയധികം സമാധാനവും ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകലുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടി രോഗങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയി ജ്യോതിഷന്മാരും മറ്റും നിർദ്ദേശിച്ച് ഈ ക്ഷേത്രത്തിൽ രക്ഷസിന് നേദിച്ചാൽ, രക്ഷസിന് പാൽപ്പായസം കൊടുത്താൽ, രക്ഷസിന് പൂജയ്ക്ക് കൊടുത്താൽ സമാധാനം ഉണ്ടാവും എന്ന അവസ്ഥ പറഞ്ഞ് ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്. ആ വരുന്നവർക്കെല്ലാം അതിന്റെ പൂർണ്ണ ബലം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ക്ഷേത്രത്തിൽ അല്ലാതെ തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴും ഈ ക്ഷേത്രത്തിലെ രക്ഷസിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ചില ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് നമ്മൾ നിർദ്ദേശിക്കുകയും മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള അന്യജാതിക്കാരായിട്ടുള്ള ജനങ്ങൾ തന്നെ അവരിവിടെ വരികയും പൂജയ്ക്ക് കൊടുക്കുകയും വളരെയധികം സമാധാനം ഉണ്ടാവുക, അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയും ചെയ്തു. അവരുടെ കടങ്ങളും ബാധ്യതകളും എല്ലാം ഒഴിവാകുന്നതിന് വേണ്ടിയുള്ള ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു എന്നൊക്കെ അനുഭവങ്ങൾ നമുക്കുണ്ട്. രക്ഷസിന്റെ സാന്നിധ്യം ഇവിടെ വളരെ അതീവ ശക്തമായിട്ടുള്ള ഒരവസ്ഥയാണ്.
പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹീതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നു. എന്റെ പേര് ബാലൻ. ഞാൻ ഇവിടെ 4 വർഷമായി വന്നിട്ട്. 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ, ഞാൻ ഇവിടുന്ന് പോയതാണ്. ഭഗവാൻ എന്താ എന്നെ തിരിച്ചു കൊണ്ടുവന്നാണ് ഇവിടേക്ക്. ഭഗവാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൈവിടില്ല എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ഇതാണ് എന്റെ അനുഭവത്തില്. ഇവിടെ വന്ന് എനിക്ക് വേറെ വരുമാന മാർഗങ്ങൾ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഇതാകില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി. ഇവിടെ വന്ന ശേഷം എനിക്ക് എന്റെ വീട് റോഡ് പണിയുടെ ഭാഗമായിട്ട് പോയി. അത് കഴിഞ്ഞ് ഒരു സ്വപ്നം പോലെ ഒരു 3 മാസം കൊണ്ടാണ് എന്റെ വീട് പണി ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് നടന്നതാണ്. പിന്നെ ഇപ്പൊ ഞാനിവിടെ കഴകത്തിന്റെ ഇതാണ് ചെയ്യണത്. അപ്പൊ ഇവിടെ ഓരോ ആൾക്കാർ വന്ന് ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ അതിന്റെ കാര്യങ്ങൾ നടന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് പങ്കുവെക്കാറുണ്ട്. അവർ വീണ്ടും വീണ്ടും വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്.